ആ കുറുവാക്യം ഇന്നലെ രാവിലെ യോഗത്തിന് വന്നവര് ആരെങ്കിലും ഒരാള് വായിച്ചു സഹായിക്കണം. ഇന്ന് സംസാരിച്ചില്ല, ആ വാക്യം വായിച്ചിട്ട് ഞാൻ പറഞ്ഞത് പിന്നെ സംസാരിക്കാമെന്ന്. അപ്പോൾ ഇന്നലെ രാവിലെ യോഗത്തിന് സംബന്ധിച്ചവരും ആ വാക്യം പൊതുവിൽ വായിച്ചു കേട്ടവരോ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു തരുവാൻ അപേക്ഷിക്കുന്നു. ലക്ഷണം കണ്ടിട്ട് നടപടിയുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, കടിച്ചവൻ തന്നെ വിഷമെടുക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 29-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം, ആ 30-ന്റെ നേരെ മേളിൽ കിടപ്പുണ്ട് 36 വാക്യം. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, രാവിലെ സമയത്തിനായി സ്തോത്രം. ഞങ്ങളെ തിരുസന്നിധിയിൽ വീണ്ടും ഏൽപ്പിക്കുന്നു. ജനത്തെ കടാക്ഷിക്കണം, പുത്രനെ മഹത്വപ്പെടുത്തുകണം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. നിൻമുഖകാന്തിയൻ മ്ലാനത നീഗോ, നിൻമുഖകാന്തിയൻ മ്ലാനത നീഗോ, നിൻ മധുരാമൃത വചനോ കിന്നതയാകവേ പോകോ, നിൻ മധുരാമൃത വചനം കിന്നതയാകവേ പോക്കും. ഓ മഹിമയേഴും പരമേശ, മഹിമേശു മഹേശ, മഹിമയേഴും പരമേശ, മഹിമേശു മഹേശ, പരമേശ, മഹിമേശു മഹേശ, മഹിമയേഴും പരമേശ, മഹിമേശു മഹേശ, ഓ മഹിമയേഴും പരമേശ, മഹിമേശു മഹേശ, മഹിമയേഴും പരമേശ, മഹിമേശു മഹേശ. കാർമുകിൽ ഭീകരവും ആയി വരും നേരം, ഓ കാർമുകിൽ ഭീകരവും ആയി വരും നേരം, കാൺമതോ നിയമത്തിൻ വില്ല, ആണായതിൽ തീരുമൻ ഭാരം. ഓ കാൺമതോ നിയമത്തിൻ വില്ല, ആയതിൽ തീരുമൻ ഭാരം. വളരെ പരിചിതമായ ഒരു വാക്യമാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 29-ാം അധ്യായത്തിന്റെ 36-ാമത് തിരുവെഴുത്ത. ആ തിരുവെഴുത്തിന്റെ ഒടുവിലത്തെ ഭാഗമാണ് കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ഈ തിരുവചനം പഠിച്ചാൽ ക്ഷണത്തിൽ നടന്ന ധാരാളം കാര്യങ്ങളുണ്ട്. താമസിച്ച് നടന്നതും ഉണ്ട്, നടക്കാതെ പോയതും ഉണ്ട്. നമുക്കെല്ലാം എല്ലാ കാര്യവും ക്ഷണത്തിൽ നടക്കുന്നതാ ഇഷ്ടം. ഇടുകുടുക്കെ ചോറും കറി. വേറൊരു പ്രയോഗമുണ്ട്, പൂക്കെന്ന് മജിസ്ട്രേറ്റായെന്ന്. ഒരാള് മജിസ്ട്രേറ്റ് ആകാൻ എന്ത് ബന്ധപ്പെടണം? പഠിക്കണം, നന്നായിട്ട് അധ്വാനിക്കണം, അതിന്റെ നിയമവശങ്ങളൊക്കെ നന്നായിട്ട് ഉറക്കളച്ച് പഠിക്കണം, എന്ത് കഷ്ടപ്പെടണം. അപ്പം പെട്ടെന്ന് എങ്ങനെ മജിസ്ട്രേറ്റ് ആകുന്നേ? അപ്പൊ ഇവിടെ കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. ഇസ്രായേലിലെ ചരിത്ര പുസ്തകമാണ് യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങളാണ്.
ഇസ്രായേൽ ചരിത്രങ്ങൾ. അതിലെ രാജാക്കന്മാരുടെ 1-2 പുസ്തകവും ദിനവൃത്താന്തങ്ങളുടെ 1-2 പുസ്തകവും ഇസ്രായേലിനെ, അല്ലെങ്കിൽ രാഷ്ട്രം ഒന്നായി നിൽക്കുമ്പോഴും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ട് കഴിഞ്ഞും ഇവരെ ഭരിച്ച രാജാക്കന്മാരുടെ ചരിത്രങ്ങളാണ് കൂടുതലും ഈ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജാക്കന്മാരുടെ 1-2 പുസ്തകവും ദിനവൃത്താന്തങ്ങളുടെ 1-2 പുസ്തകവും. നമുക്കറിയാം, തിരുവചനം പഠിക്കുന്നവർക്കറിയാം, ശലോമോന്റെ മകനാകുന്ന രഹബയാമിന്റെ കാലത്താണ് രാഷ്ട്രം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടത്. വടക്കേ രാജ്യവും തെക്കേ രാജ്യവും. ഇസ്രായേൽ എന്നും യഹൂദ ദേശമെന്നും രണ്ടായിട്ട് തരംതിരിച്ചു പഠിക്കുന്നു. യഹൂദ ഗോത്രത്തിൽപ്പെട്ടവരാണ് ഈ യഹൂദ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാർ. ഇസ്രായേലിനെ പല ഗോത്രത്തിൽപ്പെട്ട പലരും ഭരിച്ചു. ആരംഭത്തിലെ എബ്രയീം ഗോത്രത്തിന്റെ നെബാത്തിന്റെ മകൻ യൊരേബയ. നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്നവർക്കറിയാം, ദാനിലും ബഥേലിലും 2 കാളക്കുട്ടിയെ സ്ഥാപിച്ചു. കാണുന്ന പച്ചമരത്തിന്റെ കീഴിലും ബിംബോ സ്തംഭവും നാട്ടി. നാടൻ ഭാഷ പറഞ്ഞാൽ കാണിക്കാവുന്നതിന്റെ മുഴുവൻ വേണ്ടാതീനോ കാണിച്ചു വെച്ചു. പിള്ളാരെ അഗ്നിപ്രവേശനം ചെയ്യിപ്പിക്കുന്നു. ബാലിനും അശേരയ്ക്കുമെല്ലാം പോയി ധൂപം കാട്ടുന്നു. ഇങ്ങനെയൊക്കെ ദൈവപ്രമാണത്തിന് നിരക്കാത്തത്. എന്നാൽ യഹൂദയിലെ രാജാക്കന്മാരിൽ ചിലര് മര്യാദക്കാരായിരുന്നു. അങ്ങനെ മര്യാദക്കാരായ രാജാക്കന്മാർ ഒരുത്തനാണ് ഹിസ്കിയാവ്, അല്ലെങ്കിൽ യഗിസ്കിയാവ്. അയാളുടെ അപ്പന്റെ പേര് ആകാശ്. അയാളുടെ അപ്പന്റെ പേര് യോധ. അയാളുടെ അപ്പന്റെ പേര് ഉസിയാവ്. അയാളുടെ അപ്പന്റെ പേര് അമസിയാവ്. അങ്ങനെ അത് പുറകോട്ട്, സാധാരണ മുന്നോട്ട് എല്ലാവരും പറഞ്ഞ ഞാന് പുറകോട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ രാജാക്കന്മാര് പലരും ഭരിച്ചെങ്കിൽ ഇങ്ങേരെ പറ്റി ഒരുമാതിരി നല്ല രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പുള്ളിയെ പറ്റി എഴുതിയിരിക്കുന്ന ഒരു വാക്യം, ഇയാൾക്ക് മുമ്പും പിമ്പും ഉള്ളവരെക്കാളും കുറച്ചുകൂടെ നല്ലതായിരുന്നുണ്ട്. മുമ്പും പിമ്പും ഉള്ളവരെക്കാളും കുറച്ച്, ഞങ്ങളുടെ അമ്മയുടെ ഒരു ഭാഷയുണ്ട്, മര്യാദരാമനായിരുന്നു. കുറച്ച് നല്ല മനുഷ്യനായിരുന്നു. അതിന് ഒരു പ്രയോഗമുണ്ട്, ഞാൻ ആ വാക്യ റെഫറൻസാ ഓർക്കുന്നത്. അതിന് മുമ്പും പിമ്പും ഉള്ള ആൾക്കാരെക്കാളൊക്കെ വായിച്ചേ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഇന്നലെ വായിച്ചതാ, ഒന്നുകൂടെ വായിച്ചോ ഉറക്കെ. ഇന്നലെ മുതൽ നെഗുഷ്ടാൻ ഒരു പ്രശ്നമായി തീർന്നിരിക്കുക. അപ്പൊ അതിന് നെഗുഷ്ടാൻ എന്ന പേരായിരുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായി യഹോവയിൽ ആശ്രയിച്ചു. അടുത്തത്, അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന അപ്പൊ ഇയാളൊരു മര്യാദക്കാരനായിരുന്നു. ഇയാൾക്ക് മുമ്പും പിമ്പുമുള്ള സകല യഹൂദ രാജാക്കന്മാരിലും ഇങ്ങേരോട് തുല്യനായിട്ട് ആരുമില്ലായിരുന്നു. ഒരു ചൊവ്വുള്ളവനായിരുന്നു. ഇന്നലെ ചിന്തിച്ചല്ലോ, 25-ാമത്തെ വയസ്സിലാണ് ഭരണം ഏറ്റെടുക്കുന്നത്. ഒരു രാജ്യം ഭരിക്കുക എന്ന് ഓർക്കണം. 25 വയസ്സ്. 50 വയസ്സായിട്ടൊരു വീട് ഭരിക്കാൻ പറ്റുന്നില്ല. അതായത് 50 കഴിഞ്ഞു. ഇങ്ങോട്ട് വാടിന്ന് പറയുമ്പോൾ അളവ് 3 പറമ്പ് അപ്പുറം ചാടി നിൽക്കുക. എടാ ഇങ്ങോട്ട് വാന്ന് പറയുമ്പം അവൻ നേരെ റോഡിലോട്ട് ഓടുക. സ്തോത്രം. വയസ്സ് എത്രയുണ്ട്? 50. 70 കിലോ തൂക്കൂ. അതിനടുത്ത ചാപ്പാട് നന്നായിട്ട് കഴിക്കും. പക്ഷെ ഇന്ന് വരെ ഒരെണ്ണം. അപ്പൊ 25 വയസ്സുള്ള
ഹിസ്കിയാവാണ് രാജ്യം ഭരിക്കുക. സ്തംഭിച്ചിരിക്കുകയാണോ അതോ യോഗം നിർത്തണമെന്നുള്ള ചിന്തയോടിരിക്കുകയാണോ? അപ്പോൾ 25 വയസ്സിലാണ് രാജ്യഭാരം ഏറ്റെടുക്കുന്നത്. അതാ 29-ാം അധ്യായത്തിന്റെ 1 വായിച്ചേ. 2 ദിനവൃത്താന്തം. ആ ആ 25 വയസ്സായി. അപ്പൊ 25 വയസ്സിലാ പുള്ളി ഭരണം ഏറ്റെടുക്കുന്നത്. ഇന്നലെ ഓർപ്പിച്ചല്ലോ, അവന്റെ അമ്മയുടെ പേര് അബിയ. ഒരു ഭാഗത്ത് അബീന്നുണ്ട്, വേറൊരു ഭാഗത്ത് അബിയ. രണ്ടും ഒന്നാ. ചാക്കോ എന്നും ചാക്കോച്ചനെന്നും വിളിക്കുകയല്ലേ. കൂടുതൽ അടുപ്പമുള്ളൊരു ചാക്കോയെ എന്നാ ബഹുമാന സൂചന ചാക്കോച്ച. അതാണ് അബീം അബിയായും. ഈ സ്ത്രീ അതിനവിടെ പോയി പാത്ത് നിൽക്കുക. എവിടെ വന്നിരി വെള്ളം കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, 25 വയസ്സിൽ രാജ്യഭാരം ഏറ്റെടുത്തു. അമ്മയുടെ പേര് അബിയ. അമ്മയുടെ അപ്പന്റെ പേര് സക്കറിയാവ്. ഇദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് ആകാശ്. ഇപ്പം ഇത്ര പറഞ്ഞാൽ മതിയല്ലോ. യോടി ഇതിപ്പോ കണ്ടിട്ട് കുറച്ചുകൂടെ അറിയായിരുന്നേ പുള്ളിയെ പറ്റി. ഞങ്ങൾ എല്ലാരെ പറ്റിയും കുറച്ചുകൂടെ ഒക്കെ അറിഞ്ഞോണ്ടാ ഇരിക്കുന്നേ. പുള്ളിയെ പറ്റിയും കുറച്ചൊന്ന് അറിഞ്ഞിരുന്നേ. അപ്പോൾ ഇദ്ദേഹം ഒരു ഉത്തമ രാജാവായിരുന്നെന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇദ്ദേഹത്തിന്റെ കാലത്ത് സംഭവിച്ച വിഷയമാണ് ഈ ഭാഗങ്ങളിൽ 29ഉം 30 അധ്യായങ്ങളെയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. എന്തോ കാര്യമാ? കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. എന്തോ കാരണം എന്ന് ചോദിച്ചാൽ ദൈവാലയ ശുദ്ധീകരണം. അതാണ് പ്രഥമ വിഷയം. ദൈവാലയ ശുദ്ധി. എന്റെ വിഷയം ക്ഷണത്തിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ മുഖവരിയായിട്ടാണ് ഇപ്പൊ പറയുന്നത്. ദൈവാലയ ശുദ്ധീകരണം. വേദപുസ്തകത്തിൽ പലവിധമാകുന്ന ആലയങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് പഠിക്കുമ്പോൾ ശലോമോന്റെ ദൈവാലയം. അപ്പോൾ ദൈവാലയ ശുദ്ധീകരണം. ആ ദൈവാലയ ശുദ്ധീകരണമാണ് ക്ഷണത്തിൽ നടന്നത്. അതുപോലെ തന്നെ ഹിസ്കിയാവിന്റെ കാലത്താണ് വലിയ പെസഹ നടന്നത്. വലിയ പെസഹ അത് 30-ാം അധ്യായം പഠിക്കുമ്പോൾ അറിയാം. അതിപ്പോ എടുക്കുന്നില്ല. വലിയ പെസഹ നടന്നത് ഹിസ്കിയാവിന്റെ കാലത്താണ്. അത് 30-ാം അധ്യായം. 29-ാം അധ്യായം മൊത്തത്തിൽ പഠിക്കുമ്പോൾ ദൈവാലയ ശുദ്ധീകരണം. ആ ദൈവാലയ ശുദ്ധീകരണം ക്ഷണത്തിലാണ് നടന്നത്. നമ്മുടെ ഈ ശരീരം ശരിക്കും പഠിച്ചാൽ ഇതൊരു ദൈവാലയമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതിന് ദൈവം നശിപ്പിക്കും. ഇത് പവിത്രമായി പാവനമായി കാത്ത് സൂക്ഷിക്കണം. ചുമ്മാ കഞ്ഞിയും വെള്ളവും കുടിക്കാതിരിക്കരുത്. ദൈവാത്മ നിയോഗമുണ്ടല്ലേ. അവര് യോസിക്കാന്ന ഞാൻ രണ്ടിരുന്നേക്കാം, അല്ലെ പിന്നെ മോശമല്ലയോ. ഒന്നാതെ അസുഖവും തീനവും തെണ്ണ ഉള്ളവര് അങ്ങനെ ഒന്നും ഇരിക്കരുത്. എന്നാൽ ദൈവാത്മ പ്രേരണ കിട്ടി ദൈവ നടത്തിപ്പുണ്ടെങ്കിൽ ഈ ഇടവും കരിയാപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക മണം. എന്നാ ഉച്ചയ്ക്ക് അങ്ങ് നിർത്താം. പിന്നെ അങ്ങനെ പ്രതിഷ്ഠയുള്ളവരും അതുകൊണ്ടാ ചില വീട്ടിൽ പറഞ്ഞ് ഞങ്ങൾ അടുപ്പിൽ തീ പോലും കത്തിക്കല്. എന്തേലും മണം വന്ന അച്ഛൻ എന്നാലും നിർത്തും വാസം. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവാലയ ശുദ്ധീകരണം. സ്തോത്രം. നോക്കില്ലാർക്കും മതിവര മന്ദിരം, നോക്കില്ലാർക്കും മതിവര മന്ദിരം,
നോക്കിലാർക്കും മതിവരമന്ദിരം ഭാഗ്യനാഥന്റെ ദിവ്യമാലയം ഭാഗ്യനാഥന്റെ ദിവ്യമാലയ പോകനാമവരുന്നു നവരെന്നു മോദമുദിച്ചുമേ നോക്കിലാർക്കും മതിവരമന്ദി. അപ്പൊ ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. സ്തോത്രം. ഈ ദൈവാലയത്തിന്റെ ശുദ്ധീകരണം അതാണ് 29-ാം അധ്യായം. ഒന്ന് രണ്ട് കാര്യങ്ങള് അതിൽ നിന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ്. ഇദ്ദേഹത്തിന്റെ വിശേഷത ആരുടെയാ? ഹിസ്കിയാവിന്റെ വിശേഷത. പുള്ളിയുടെ കാലത്തല്ലയോ കാര്യം ക്ഷണത്തിൽ നടന്നത്. നമ്മുടെ കാലത്ത് പല കാര്യവും ക്ഷണത്തിൽ നടക്കണം. അങ്ങനെ നടക്കണമെങ്കിൽ ആദ്യത്തെ പടി ദൈവാലയത്തെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ ആത്മീക വിഷയത്തിനായിരിക്കണം പ്രഥമ സ്ഥാനം. ഇത് ഭൗതികമായ വിഷയങ്ങൾ മുഴുവൻ പരിഹരിച്ച് സകല ഇടപാടും തീർത്തേച്ച പറഞ്ഞ് നമുക്കെന്നാ ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോണോ? എന്നാ ഇന്ന് പോകണ്ട, നമുക്ക് നാളെ പോകാണ്ടിരിക്കുമ്പോ എനിക്ക് മഴ പെയ്യുമെന്ന കാറ് കൊള്ളുന്നുണ്ട്. സ്തോത്രം. പിന്നെ പറയാം ഇല്ല മഴ പെയ്യത്തില്ല, കാറ്റടിച്ച് മിക്കവാറും പോകാനാ സാധ്യത. നമ്മൾ അടുത്തത് വണ്ടി കഴുകിയതേ ഉള്ളൂ, വെളിയിലോട്ടിറക്കിയാൽ ചിലപ്പം ഞാൻ എൻ്റെ കാര്യം കൂടെ എല്ലാവരുടെ മൊത്തത്തിലായി പറയുന്നത്. ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ആത്മീക വിഷയമാണ്, ദൈവാലയത്തോട് ബന്ധപ്പെട്ട. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വിശേഷത ഒന്ന്, ഈ ഭരണ സാരഥ്യം ഏറ്റെടുത്ത് 25 വയസ്സിലാണല്ലോ ഭരിക്കാൻ കയറിയത്. ആ കയറിയ വർഷം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മാസം തന്നെ ആലയത്തിന്റെ കാര്യത്തിൽ ക്രമീകരണം വരുത്തി. നമ്മളാണ് ചാകുന്ന സമയത്തായിരിക്കും ആലയത്തെ പറ്റി ചിന്തിക്കുന്നത്. ഇത് പുള്ളി കയറി ഉടനെ ദൈവാലയവും ആരാധനയാ പുള്ളിയുടെ വിഷയം. സ്തോത്രം. ഞാൻ നിങ്ങളും കയറി ആദ്യം പറയാം, നമുക്ക് എങ്ങനെയും കുറച്ച് തോട്ടം മേടിച്ച് എപ്പോഴും ചിലപ്പം ഭരിക്കാനൊത്തൊന്ന് വരികയില്ല. മറ്റവന്മാരെങ്ങാനും കയറി അടിയുണ്ടാക്കി എങ്ങാനും സ്ഥാനം പോയാൽ പിന്നെ എന്നോട് ധാരാളം ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവര് ഗുണം വരട്ടെന്നോർത്ത് പറഞ്ഞതാ, അങ്ങനെ ഇരിക്കട്ടെ. അനീഷെ എപ്പോഴും ഒന്നും അവസരം കിട്ടിയെന്ന് വരികയില്ല. അതുകൊണ്ട് ഈ അമേരിക്കയിലും കാനഡയിലും അവിടെ ഇവിടെ ഒക്കെ പോകുമ്പോൾ കിട്ടുന്ന അവസരം നന്നായിട്ട് വേറൊരു ഉപദേശം നമ്മുടെ അവിടെ പ്രസംഗിച്ചാൽ പറഞ്ഞ ഈ പോക്കിന് വീട് പണിതോണം. സ്തോത്രം. എന്നാൽ ഹിസ്കിയാവിന്റെ ജീവിതത്തിലെ വിശേഷത കേറിയ ഉടനെ ആലയവും ആരാധനയും യഥാസ്ഥാനത്താക്കുക. അതിനകത്തെ ആത്മീക പാഠം, നിന്റെ ആയുസ്സിൽ നീ ആത്മീകത്തിന് പ്രഥമ സ്ഥാനം കൊടുത്താൽ കാര്യമെല്ലാം ദൈവം ക്ഷണത്തിൽ നടത്തി തരും. സ്തോത്രം. എന്നാ ഈ കാര്യങ്ങൾ പലതും ക്ഷണത്തിൽ നടക്കാത്തതിന്റെ കാര്യം എന്നാ? ആലയത്തോടും ആരാധനയോടും ആത്മീകത്തോടും വലിയ താല്പര്യം ഇല്ല. ഒരു പൊത്തുപരുത്തത്തിൽ ഇങ്ങനെ ഓ അച്ഛാ ഓ ഉന്തി തള്ളി മരത്തെ കയറ്റുക. സ്തുതിച്ചാട്ടെ ലീലുയ, ഒരിക്കൽ കൂടെ സ്തുതിച്ചാട്ടെ ലീലുയ, ശക്തിയോടെ സ്തുതിച്ചാട്ടെ. എടാ, ഇതൊന്നും ഇങ്ങനെ പറഞ്ഞല്ല സ്തുതിപ്പിക്കേണ്ടത്. ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവം ചെയ്ത നന്മ ഓർക്കുമ്പോൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ അടുത്തിരിക്കുന്നവനെ ആരെയും നോക്കണ്ടവൻ തന്നെത്താൻ ദൈവത്തെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നനച്ചതല്ല ഞാൻ. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്നു നനച്ചതല്ല ഞാൻ.
തിരഞ്ഞുകൊള്ളുവാൻ അവൻ അലിവുതോനാൻ തിരഞ്ഞുകൊള്ളുവാൻ അണച്ചുകൊള്ളുവാൻ കരളലിഞ്ഞുവോ അൻപിതോ യേശുനായക തമ്മിതോ ഏഴക്കായി നിൻ ജീവനേ ആമേ അൻപിതോ യേശുനായക തമ്മിതോ ഏഴക്കായി നിൻ ജീവനേ ഇതോ യേശുനായക തമ്മിതോ ആമേൻ ഏഴക്കായി നിൻ ജീവനേ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ ആത്മീക വിഷയത്തിനായിരിക്കണം പ്രഥമ സ്ഥാനം. ഭരണത്തിൽ കയറിയ ഉടനെ പുള്ളി ഒന്നാം വർഷം, ഭരണത്തിന്റെ ആദ്യ വർഷം ആദ്യ മാസം തന്നെ ആലയത്തോട് ബന്ധപ്പെട്ട കാര്യത്തിന് ക്രമീകരണം വരുത്തി. ആ കാര്യം ആ ക്ഷണത്തിൽ നടന്നത്. വായിച്ച 29:1-2 പെട്ടെന്ന് വായിര്. അടുത്തത് വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസം മതി വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസം കേറി ഉടനെ കാര്യത്തിന് ആത്മീകത്തിന് ക്രമീകരണം വരുത്തുന്നത്. നമ്മൾ എന്ത് ചെയ്ത ആത്മീയ വിഷയത്തിന് ക്രമീകരണം വരുത്തും, അല്ലാത്തതിന്റെ എല്ലാം നമ്മൾ ക്രമീകരണം വരുത്തും. ചെടിച്ചട്ടി കൊണ്ടുവെക്കും, സ്തോത്രം, ഫ്രിഡ്ജ് മേടിക്കും. ഇത് വേണ്ടെന്നല്ല, പെപ്പള പറയും വാഷിംഗ് മെഷീനൂടെ അത് വേണ്ടെന്നല്ല ഈ പറഞ്ഞത്. സ്തോത്രം, മതില് കെട്ടും കാശുണ്ടെങ്കിൽ, അല്ലെ അതിര് തിരിക്കും. നമുക്ക് ഈ ഉരുളൻകല്ല് മിറ്റത്തിടുന്നതാ കുറച്ചുകൂടെ നല്ലത്. അങ്ങനെയൊക്കെ എല്ലാം തെറ്റാന്നല്ല. മോന്റെ സ്കൂള് അത് നല്ല കാര്യം, വാഹന സൗകര്യം, റോഡ്, ഇത് അതെല്ലാം വേണ്ടെന്നല്ല. നമ്മൾ ഇതെല്ലാം ക്രമീകരിക്കും. പക്ഷെ ആത്മീകത്തിന് മാത്രം അതിന് യാതൊരു ക്രമീകരണോ. ഞാൻ ഒരാളെ ഉന്നം വെച്ചല്ല പറഞ്ഞത്, പൊതുവിൽ. ഇനി ഇവിടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ദൂരത്തിരുന്ന് കേൾക്കുന്നവർക്കുണ്ട്, അവർക്കും എല്ലാവരോടും എന്റെ കാര്യം കൂടെ ചേർത്ത. സ്തോത്രം. സകല കേസും തീർത്തതിന് ശേഷം ആ സമയം കിട്ടത്തുമില്ല ആത്മീകത്തിന്. എന്നാൽ ഇങ്ങനെ അങ്ങനല്ല, കേറിയ ഉടനെ ആലയത്തോട് ബന്ധപ്പെട്ടതിന് ക്രമീകരണം വരുത്തുക. അത് ദൈവം കണ്ടു. അതുകൊണ്ട് ആ ക്ഷണത്തിൽ കാര്യങ്ങളെ അപ്പൊ ചെയ്ത വിശേഷത ഒന്ന്, ഇങ്ങനെ ഭരണസാരഥ്യത്തിലൂടെ കയറി അധികാരം കിട്ടിയ ഉടനെ ചെയ്ത ആദ്യത്തെ പടി ആലയം തുറന്നു. ആലയം 3-ാം വാക്യം വായിച്ചേ. ആലയത്തിന്റെ വാതില് തുറന്നു. ഉണ്ടോ? അപ്പൊ വാതില് തുറന്നെന്ന് പറഞ്ഞപ്പോ വാതിൽ എങ്ങനെയായിരുന്നു? വാതില് അടഞ്ഞിരിക്കുകയായിരുന്നു. ആരടച്ചു? അവന്റെ അപ്പനെ അടച്ചത്. അപ്പൻ അടച്ചയച്ച് പോയത് മോൻ തുറന്നു. വായിച്ച 28-24. ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു, യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. യവന്റെ അപ്പനാകുന്ന ആകാശ് ദൈവാലയത്തിന്റെ വാതില് അടച്ചു. മകന്റെ കാലം വന്നപ്പോ മകൻ തുറന്നു. സ്തോത്രം. എന്ത് നല്ല പ്രവണത! ഇന്നത്തെ ചില മകനാണെങ്കിൽ ആ വാതിലൂടെ പൊളിച്ചു വിൽക്കും. തെങ്ങണായിലൊരു മുസ്ലിം ഉണ്ട്, പുള്ളിക്ക് കൊടുക്കുകയാണെങ്കിൽ കിട്ടുന്ന കാശാട്ടെ, മുടുത്ത പലകയല്ലേ. ഇപ്പം വീടങ്ങനെ പൊളിച്ചു മേടിക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനെ നമുക്ക് ഈ പള്ളി പൊളിച്ചേച്ച് ഇതിന്റെ കടകെടുത്ത് കൊടുത്താൽ കിട്ടുന്ന നാട്ടെ നമുക്ക് മുടക്കൊന്നും, നമുക്കൊരു മുടക്കും ഇല്ലല്ലോ. കിട്ടുന്ന കാശാട്ടെ ഒന്ന് വലിയ വൈകിട്ട് തന്തൂരി കഴിക്കാം. എന്നാൽ ഈ ചെറുക്കൻ അങ്ങനല്ല, ഹിസ്കിയാവ് അങ്ങനല്ല.
അപ്പനാകുന്ന ആകാശ് ദൈവാലയത്തിന്റെ വാതില് അടച്ചു. അയാളുടെ അപ്പനാന്നെ പള്ളി കയറുകയല്ലായിരുന്നു. ആരാ? ഹിസ്കിയാവ് പള്ളി തുറന്നു. ഹിസ്കിയാവിന്റെ അപ്പൻ ആകാശ് പള്ളി പൂട്ടി. അതാ വായിച്ചത്. ആകാശിന്റെ അപ്പനായിരുന്നെ പള്ളി കയറുകയല്ലായിരുന്നു. അയാളുടെ അപ്പനാന്നെ പള്ളി കിടന്ന് വഴക്കുണ്ടാക്കിയവനാ. നല്ല ഫാമിലി, അരിസ്റ്റോക്രാറ്റ് ഫാമിലി. ചെല്ലു പറയത്തില്ല ഞങ്ങൾ ഏത് ഫാമിലിയാണെന്ന് പാസ്റ്റർക്ക് അറിയത്തില്ല. ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് ചാടി സ്നാനപ്പെടാനോ ഈ മാർഗത്തിൽ വരാനോ ഒന്നും ഒക്കത്തില്ല. കൂലങ്കക്ഷമായിട്ട് ഞങ്ങൾ ചിന്തിച്ചിട്ടേ. നല്ല ഫാമിലി. ഹിസ്കിയാവ് ആലയത്തിന്റെ വാതില് തുറന്നെന്ന് പറയുമ്പോ ഇത് അടഞ്ഞു കിടക്കുക. അടച്ചത് ഇയാടെ അപ്പനാ ആകാശ്. അതല്ലേ വായിച്ചേ? മൈക്കിൽ കൊണ്ടൊന്ന് വായിച്ചോ, ദൂരത്തിരിക്കുന്നവർ കൂടെ കേൾക്കത്തക്ക വിധത്തിൽ. 28:24. ആകാശ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു, യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു. അപ്പൊ ഈ ഹിസ്കിയാവ് വാതിൽ തുറന്നു, അയാളുടെ അപ്പൻ വാതില് അടച്ചു, ഉപകരണങ്ങൾ എടുത്ത് ഉടച്ചു. ഗുണം പിടിക്കുന്നവനാണ് അതെല്ലാം തുടച്ചാ വെക്കേണ്ടത്. ഇയാള് തുടക്കുകയല്ല, മറിച്ച് ഉടക്കുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. തുടക്കേണ്ടതിന് പകരം ഉടക്കുക. സ്തോത്രം. നല്ല പിള്ളേരുടെ ലക്ഷണം തുടയ്ക്കും. പൊടിയോ മാറാലയോ ഒക്കെ ഉണ്ടെങ്കിൽ തുടച്ച് വെക്കും. ഇത് നേരെ എടുത്ത് അടിച്ച് ഉടക്കുക. അപ്പൊ ഇങ്ങനെ പള്ളി പൂട്ടി അടച്ചു. അയാളുടെ അപ്പനുണ്ടായിരുന്നു, അയാൾ പള്ളി കയറുകയല്ലായിരുന്നു. 27:2 വായിച്ചേ. അവൻ തന്റെ അപ്പനാകുന്ന ഉസിയാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. അവൻ പള്ളി വരികയല്ല. എങ്ങനുണ്ട്? എന്ത് ചെയ്താ ആലയത്തിൽ വരികയില്ല. അതിലെ വരുമ്പം 60 വിടും. അതുവരെ 35 വന്നവനാ. പള്ളിയുടെ അവിടെ വന്നപ്പം പള്ളി കയറുകയില്ല. എങ്ങനുണ്ട്? നല്ല ഫാമിലി. നിങ്ങളാരും മിണ്ടാതെ എന്നെ ഇങ്ങനെ വളരെ വൈരാഗ്യ ബുദ്ധിയോടെ നോക്കുന്നത്. നിങ്ങൾ എന്തിക്കാ? ഓൻ കഴിയട്ടെ തന്നെയെന്ന് ഞാൻ. സ്തോത്രം. ഹിസ്കിയാവ് പള്ളി തുറന്നു. ഹിസ്കിയാവിന്റെ അപ്പൻ പള്ളി പൂട്ടി. ആകാശ് അയാളുടെ അപ്പം പള്ളി കയറുകയല്ലായിരുന്നു. രജിസ്റ്റർ ബുക്കിലൊക്കെ പേരുണ്ട്. ചാക്കോ തോമ 58 വയസ്സ്, പള്ളി കയറുകയല്ല. ഇനി അയാളുടെ അപ്പനുണ്ടായിരുന്നു ഉസിയാവ്. അയാൾ പള്ളിക്കകത്ത് വെച്ച് വഴക്കുണ്ടാക്കി. എങ്ങനുണ്ട്? 26-ാം അധ്യായത്തിന്റെ 16 വായിച്ചേ. എന്നാൽ അവൻ ബലവാനായപ്പോൾ, അത് ഉസിയാവിനെ പറ്റിയാ. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. നാശത്തിനായിട്ട് ഇവൻ നിഗളിച്ചു. അടുത്തത്, അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. ഇവൻ അധികാരവും ഹുങ്കും കയ്യൂക്കും വെച്ച് നേരെ ധൂപോടത്തിന് അവിടെ ചെന്നു ധൂപം കാട്ടാൻ. അപ്പൊ അസരിയാ പുരോഹിതൻ അവനോടുകൂടെ ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്ത് എന്ന് ഉസിയ രാജാവിനെ തടുത്ത് അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യ പുരോഹിതന്മാർക്കത്രേ. വിശുദ്ധ മന്ദിരത്തിലേക്ക് പോയിക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കില്ല എന്ന് പറഞ്ഞു. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. മതി. അപ്പൊ പള്ളിക്കകത്ത് വെച്ച് പുള്ളി വഴക്കുണ്ടാക്കുന്നവനായിരുന്നു. എങ്ങനുണ്ട് ഫാമിലി? അപ്പൊ ഇങ്ങനെ ചിന്തിക്കണം. ഹിസ്കിയാവിനോട് ബന്ധപ്പെട്ട് വല്യപ്പന്റെ അപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവനാണ്. വല്യപ്പൻ പള്ളിയിലോട്ട് കയറിയില്ല. അപ്പൻ പള്ളി പൂട്ടി. സ്തോത്രം. ഏതായാലും ആ കുടുംബത്തിൽ ഒരുത്തൻ ഗുണമായി വന്നല്ലോ. സ്തോത്രം.
നിന്റെ കാലത്ത് കുടുംബത്തിന്റെ അപാകത മുഴുവൻ മാറണം. നിന്റെ അപ്പനും വല്യപ്പന്റെ അപ്പനും ഒക്കെ ദൈവപ്രമാണം വിട്ട് ആമൻ വ്യവസ്ഥ തെറ്റി ദൈവത്തെ വിളിക്കാതെ ആമൻ മുൻപോട്ട് ജീവിച്ചെങ്കിൽ ഒരു കാര്യം പറയാ, നിന്റെ കാലത്ത് അതിന് അറുതി വരുത്തി നീ ദൈവത്തെ ഭജിക്കണം. നീ ദൈവത്തെ ഭജിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ, പള്ളി തുറന്നാൽ, പള്ളിക്കകത്ത് വന്നാൽ, പള്ളിയിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നിനക്ക് നിന്റെ സന്തതിക്കും ഗുണമാ കാര്യങ്ങളെല്ലാം ദൈവം ക്ഷണത്തിൽ നടത്തി തരും. നീ ഭാരപ്പെടുന്ന വിഷയത്തിന് ദൈവം നീക്കുപോക്ക് നൽകും. നീ ഞരങ്ങുന്ന വിഷയത്തിന് ദൈവം പരിഹാരമുണ്ടാക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ രാവിലെ തീരുമാനം, എല്ലാവരും ഒരു തീരുമാനമെടുക്കണം. വല്യപ്പന്റെ അപ്പനൊക്കെ ഈ ദൈവപ്രമാണം വിട്ടാ നടന്നത്. വ്യവസ്ഥ തെറ്റി പോയവരാ. സ്തോത്രം. ആമൻ പ്രമാണം വിട്ട് നടന്നവരാ. നമ്മളവരെ ഇപ്പൊ അടിക്കുകയും പിന്നെ ആകുമൊന്നും വേണ്ട. അയാൾ ഒറ്റ കാരണമാ ഞാനീ കിടന്ന് അങ്ങനൊന്നും പറയണ്ട. സ്തോത്രം. നീ ഒരു തീരുമാനമെടുക്ക്. സ്തോത്രം. നീ ഒരു തീരുമാനമെടുക്ക്. ഞാൻ എന്റെ ദൈവത്തെ ഭജിക്കും, ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കും, ഞാൻ ദൈവാലയത്തിൽ ചെല്ലും, ഞാൻ ദൈവാലയത്തില് ആമ ക്രമീകരണങ്ങൾ വരുത്തും, ഞാൻ ദൈവാലയത്തിന് വേണ്ടി നിവരെ നിൽക്കും, ഞാൻ എന്റെ ദൈവത്തെ ഭജിക്കും. അങ്ങനെ തീരുമാനിച്ചാൽ ഈ പകൽ, ഈ രാവിലെ ഓർപ്പിക്കട്ടെ, കാര്യങ്ങൾ ദൈവം ക്ഷണത്തിൽ നടത്തി തരും. ഞരങ്ങുന്ന, ഭാരപ്പെടുന്ന, ആമേനെ ബുദ്ധിമുട്ടുന്ന വിഷയത്തിന് ഈ രാവിലെ ദൈവം പരിഹാരമുണ്ടാക്കുമെന്ന്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആമ നീക്കുപോക്ക് തരുന്ന ദൈവമാ, ഉദ്ധരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആ മനോഹരം യാഗ നിന്റെ ആലയോ എന്തോരാനം തവ പ്രാകാരങ്ങളിൽ. ആ യാഗ നിന്റെ ഓ എന്തോരാനന്ദം പ്രകാരങ്ങളിൽ ദൈവമേ എന്നുള്ളം നിറയുന്നു. ഹല്ലേലൂയ പാടും ഞാൻ. ഓ ദൈവമേ ഉള്ളം നിറയുന്നു. ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ. ഓ നന്മകൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ. ഓ നന്മകൾക്കെന്നും പരിചയ. ഓ നന്മയൊന്നും മുടക്കുകയിൽ ഓ നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അതെ, ദീർഘമാക്കുന്നില്ല. നമ്മുടെ വിഷയം ക്ഷണത്തിൽ നടന്ന കാര്യങ്ങൾ. അത് ഇന്ന് പറയാൻ ഒക്കത്തില്ല, പിന്നീട് പറഞ്ഞെങ്കിലും മുഖവരയായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പൊ ക്ഷണത്തിൽ നടത്തിയത് ദൈവാലയത്തിന്റെ ക്രമീകരണം ആദ്യം നടത്തിയത് എന്ന് പറഞ്ഞാൽ ആത്മിക വിഷയങ്ങൾക്ക് ക്രമീകരണം വരുത്തുക. നീ ആത്മിക വിഷയങ്ങൾക്ക് ക്രമീകരണം വരുത്തിയാൽ നിന്റെ ഭൗതിക വിഷയങ്ങൾ ക്ഷണത്തിൽ ദൈവം നടത്തും. സ്തോത്രം. നീ ഭൗതിക വിഷയങ്ങൾക്ക് ക്രമീകരണം വരുത്താൻ ഇങ്ങനെ നടന്നാൽ ഇതൊട്ട് നടക്കുകയില്ല. നിന്റെ ആത്മീകം തീർന്നു. സ്തോത്രം. ഇത് എന്നോടും കൂടെയുള്ള ദൂതാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഹിസ്കിയാവ് ഗുണം വന്നവനാ. അവന് മനസ്സിലായി ആത്മീയത്തിന് പ്രഥമ സ്ഥാനം. ആദ്യം വാതിലങ്ങ് തുറന്നു. അപ്പൻ അടച്ചേച്ച് പോയതാ. വേണേ ഹിസ്കിയാവിന് പറയാ, ഞാൻ എൻ്റെ അപ്പൻ്റെ പാരമ്പര്യമാണ്. ഞങ്ങളുടെ പിതാക്കന്മാരില്ല ഇങ്ങനെ തന്നെ അടയ്ക്കുന്നവരും ഉടയ്ക്കുന്നവരും ഞങ്ങൾ അങ്ങനെ പോവുള്ളൂ. അങ്ങനല്ലല്ലോ പോയത്. സ്തോത്രം. ആദ്യം വാതില് തുറന്നു. വാതില് തുറന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഹിസ്കിയാവിന് മനസ്സിലായി ദൈവാലയത്തിൽ ചെന്നാൽ എനിക്ക് വിടുതല. ദൈവാലയം അടച്ചിട്ടേച്ച് നീ വേറെ എവിടെ പോയാലും രക്ഷപ്പെടുകയല്ല. എന്നാൽ ആലയം തുറന്നതിനകത്തോട്ട് കയറിയാൽ നിനക്ക് അനുഗ്രഹമാ. സ്തോത്രം. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവര് പറഞ്ഞപ്പോ നെഞ്ചുവേദന വന്നെന്നാന്നോ? സന്തോഷിച്ചെന്നാ. യഹോവയുടെ ആലയത്തിലേക്ക് ഇത് സഭായം എന്ന് പറയുമ്പോ ഓ സഭായം ആരായി കണ്ടുപിടിച്ചു. അതാ ഉടനെ പോകാന്നല്ല.
പണ്ട് നമ്മുടെ ഒരു കൊച്ചനാ, അവനെ പള്ളിയിലെല്ലാം പോയിച്ച് തിരിച്ച് വന്ന് വീട്ടിൽ വന്നപ്പം അവന്റെ വല്യമ്മച്ചി ഉണ്ട്. അടുത്ത കാലത്താ കൊച്ചമ്മ മരിച്ചത്. കൊച്ചമ്മടി ചെറുപ്പം അവൻ വന്ന അമ്മച്ചി എന്നാ മോനെ, ആരാ ഈ പെന്തിക്കോസ് കണ്ടുപിടിച്ചത്? നമ്മ ചോദിച്ചു എന്നെ കൈയടിച്ച് മനുഷ്യൻ രൂപാട് വരിക എന്ന്. കാരണം ഇവൻ പ്രാർത്ഥനയ്ക്ക് എന്നപ്പം ആദ്യത്തെ 2 പാട്ടിന് കൈയടിക്കണം. അത് കഴിഞ്ഞപ്പോ പിന്നെ സങ്കീർത്തനം വായിക്കാൻ നേരത്തും മുറുക്കെ ഒരു പാട്ട് പാടി അതിന് കൈയടിച്ചില്ല. ഉപദേശം കൈയടിക്കണമെന്ന് പറഞ്ഞു. പഴയ ഉപദേശന്മാരൊക്കെ അങ്ങനെ. ഷൂപ്പാഷയുടെ അപ്പനൊക്കെ തമ്പേറിന് അടിക്കുക, കമ്പിന് അടിക്കുമായിരുന്നു. എനിക്കൊരു ഉപദേശം അറിയാം. പുള്ളി അവിടെ നിന്ന് എറിയും. അമ്മച്ചി എന്നാ മോനെ, ആരാ ഈ പെന്തിക്കോസ് കണ്ടുപിടിച്ചത്? നമ്മ ചോദിച്ചു എന്നെ കൈയടിച്ച് മനുഷ്യൻ രൂപാട് വരിക എന്ന്. കാരണം ഇവൻ പ്രാർത്ഥനയ്ക്ക് എന്നപ്പം ആദ്യത്തെ 2 പാട്ടിന് കൈയടിക്കണം. അത് കഴിഞ്ഞപ്പോ പിന്നെ സങ്കീർത്തനം വായിക്കാൻ നേരത്തും മുറുക്കെ ഒരു പാട്ട് പാടി അതിന് കൈയടിച്ചില്ല. ഉപദേശം കൈയടിക്കണമെന്ന് പറഞ്ഞു. പഴയ ഉപദേശന്മാരൊക്കെ അങ്ങനെ. ഷൂപ്പാഷയുടെ അപ്പനൊക്കെ തമ്പേറിന് അടിക്കുക, കമ്പിന് അടിക്കുമായിരുന്നു. എനിക്കൊരു ഉപദേശം അറിയാം. പുള്ളി അവിടെ നിന്ന് എറിയും. സ്വോത്രം പറയാതിരുന്ന എറിഞ്ഞേച്ച് ആ ഏറ് കൊള്ളുന്നവൻ അതെടുത്ത് തിരിച്ചുകൂടെ കൊണ്ട് കൊടുക്കണം. അങ്ങനെ അല്ലാതെ ഓടിക്കാനും നോക്കത്തില്ല. സ്തോത്രം സ്തോത്രം. അങ്ങനെ വേറെ ദിവസം ഉണ്ട് എല്ലാവരും ഉഴപ്പി നിൽക്കുന്നതിന് തലയ്ക്ക് അടിക്കും. അപ്പൊ ഇവനെ ആദ്യം 2 പാട്ടിന് കൈയടിച്ചു, പിന്നെ ഒരു പാട്ടിന് കൈയടിച്ചു. അത് കഴിഞ്ഞപ്പോ പിന്നെ പ്രസംഗിക്കാൻ വരുന്ന പുള്ളി ഇളക്കക്കാരനെ കൂടെ അടുപ്പിക്കും. ഒരിക്കൽ കൂടി പോരാന്ന് പറഞ്ഞ ആളിങ്ങനെ നിൽക്കുക. അടിച്ചു കൊച്ചൻ രൂപാട് വരിക. ലാസ്റ്റ് പിന്നെയും ഒരു പാട്ട് പാടുമ്പോ അടിക്കണം. ഇവനങ്ങ് വശം കെട്ട് 1:30 ആയപ്പോ അങ്ങ് വശം കെട്ട്. വീട്ടിൽ വന്നപ്പോ ആരാ ഇത് കണ്ടുപിടിച്ചെന്ന് അമ്മ ചോദിച്ചു. എന്നാ നമ്മളെ കൈയടിച്ച് മനുഷ്യന്റെ എന്ന് പറഞ്ഞതുപോലെ ദൈവാലയത്തിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ മനോവേദന ഉണ്ടായെന്നല്ല, സന്തോഷം. അതായിരിക്കണം നമുക്കും. ഈ ചിന്തയുള്ളത് കൊണ്ട് ആദ്യം വാതിൽ അങ്ങ് തുറന്നു. അപ്പൻ അടച്ചിട്ട പള്ളിയുടെ വാതില്. 2 പള്ളി തുറന്നു വെച്ച് പുള്ളി മുങ്ങിയില്ല. നമ്മൾ പള്ളി തുറന്നിട്ടേ ചങ്ങ് പോകും. തുറന്നിട്ടിനി ഞാൻ കയറേണ്ടവരില്ല, കയറിക്കോണം, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനല്ല. അതാ നമ്മള് പള്ളിയൊക്കെ തുറന്നു കൊടുക്കും. ചില അങ്ങനല്ല, എല്ലാ ക്രമീകരണം ഒരുക്കും. ഇവർ ആരാധിക്കത്തുമില്ല. തമ്പേറെടുത്തുകൊണ്ട് കൊടുക്കും, തമ്പേറിന്റെ കമ്പും കൊണ്ട് കൊടുക്കും, കുടിക്കാൻ വെള്ളം കൊടുക്കും, മൈക്ക് എല്ലാം ഓൺ ചെയ്ത് അതിന്റെ ശബ്ദമെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. ഇവനൊരു കയ്യടിയാട്ടെ, ഒരു സ്തോത്രമാട്ടെ ഒന്നുമില്ല. എല്ലാം ക്രമീകരണങ്ങളല്ല ചെയ്തു കൊടുക്കും. ഇരിക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും, എല്ലാം ഇണക്കി കൊടുക്കും. പക്ഷെ പുള്ളി ദൈവത്തിന് മകത്ത്. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ ഇദ്ദേഹം പള്ളി തുറന്നു വെച്ച് പുള്ളി മുങ്ങിയില്ല. പുള്ളി അടുത്ത ചെയ്തത് ലേവ്യരെയും പുരോഹിതന്മാരെയും എല്ലാം കൂട്ടിവരുത്തി. പുരോഹിതന്മാരോട് ലേവ്യരോടും പറഞ്ഞു എല്ലാരും വരാൻ പറഞ്ഞു. കിഴക്കേ വാതിക്കൽ എല്ലാം കൂട്ടിവരുത്തി. 3-ാം വാക്യം വായിച്ചേ. എല്ലാരും കൂടെ വരുത്തി ഒന്നിച്ച് കൂട്ടി. സ്തോത്രം. അതാ ചെയ്തത്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെതറിയും ചിന്നി നിൽക്കുന്നതിനെ എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി. പുരോഹിതന്മാരെയും ലേവ്യരെയും. എന്തിനാ ഇവരെ ഒന്നിച്ചു കൂട്ടി വരുത്തിയെന്ന് ചോദിച്ചാൽ, പുരോഹിതന്മാര് വരണം, യാഗം നടക്കണം. ലേവ്യര് വരണം, ഈ ദൈവാലയത്തിന്റെ സാധനങ്ങൾ ചുമക്കാനും എടുക്കാനും ഒക്കെ ലേവി ഗോത്രത്തിൽപ്പെട്ടവരാ. ലേവി ഗോത്രത്തിനായി ശുശ്രൂഷ ദൈവം കൊടുത്തത്. കാരണം വല്യപ്പൻ പണ്ട് ധൂപം കാട്ടാൻ ചെന്ന് വല്യപ്പൻ അവസാനം കുട്ട ഉണ്ടായ കാര്യം കൊച്ചുമോൻ അറിയാം. അവന് മനസ്സിലായി ഇത് പരുവക്കേടാ, ഏൽപ്പിക്കാത്ത കാര്യം കയറി ചെയ്താൽ പരുവക്കേടുണ്ടാകും. അധികാരമുണ്ട്, ഞാനെല്ലാം പള്ളി തുറന്നെങ്കിൽ ഞാൻ തന്നെ ഇനി യാഗം കഴിക്കുന്നത്. നിനക്ക് തുറക്കാനേ പറഞ്ഞിട്ടുള്ളൂ. യാഗം കഴിക്കേണ്ടത് പുരോഹിതനാ. നമ്മൾ തന്നെ തുറന്ന് നമ്മൾ തന്നെ കാളയും കണ്ടിച്ച് ബാക്കി കുറകും നമ്മൾ തന്നെ നിന്ന് ഒരു കുഞ്ഞുങ്ങളെ കായ്ക്ക് തൊടിയിക്കുകയല്ല. പുള്ളി പള്ളി തുറന്നേച്ചേ ലേവ്യരെയും പുരോഹിതന്മാരെയും എല്ലാം വിളിച്ചു. കാരണം ലേവി ഗോത്രത്തിനായി ശുശ്രൂഷ. ഇനി ലേവി ഗോത്രത്തിൽപ്പെട്ട എല്ലാവർക്കും കൊടുത്തിട്ടുമില്ല. അഹറോന്റെ കുടുംബക്കാർക്ക് ആ പൗരോഹിത്യ ശുശ്രൂഷ.
ഈ ഗോത്രത്തിൽ വേറെ കുടുംബക്കാരുണ്ട്. മെരാര്യര്, കെഹാത്യര്, ഗർശോന്യര്. ലേവി ഗോത്രക്കാരാ മെരാര്യര്, കെഹാത്യര്, ഗർശോന്യര്. മെരാര്യര് കരുത്തന്മാരാ. വടക്ക് കിഴക്കേ പാളയത്തിലാണ് ഇവർ കിടക്കുന്നത്. അല്ല, കരുത്ത അരുണോദയത്തിന് അഭിമുഖമായിട്ട് കിടക്കുന്ന. അപ്പൊ ഇവർക്ക് ആരോഗ്യമുള്ളത് കൊണ്ട് പ്രമാണം വെച്ചോ പറഞ്ഞു, 4 വണ്ടി 8 കാളയും കൊടുത്തേക്കാൻ പറഞ്ഞു. കുറ്റി കൊളുത്ത 24 വെള്ളിച്ചോട്, തൂണ്, ഇതൊക്കെ ചുമക്കണം. അതിന് കനവുള്ള സാധനങ്ങൾ ചുമക്കണം. അതിനവരെ ഏൽപ്പിച്ചു. ഗർശോന്യര് പടിഞ്ഞാറ് ചരിവില. അപ്പൊ അവരത്ര ബലവാന്മാരല്ല. അതുകൊണ്ട് അവർക്ക് 2 വണ്ടി 4 കാളെ. കയറുകളെല്ലാം ചുമക്കണം. കയറുകളും നൂലുകളും ഒക്കെ ഉണ്ട്. അത്ര ബലമില്ലല്ലോ, പ്രാപ്തി അനുസരിച്ച. കെഹാത്യരോട് പറഞ്ഞു, വണ്ടിയും കാളയും ഇല്ല, നിങ്ങള് പെട്ടകം ചുമക്കണ്ടവരാ. അവിടെ വിവരിക്കുന്നില്ല. ലേവി ഗോത്രക്കാരെയായി ശുശ്രൂഷ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ലേവ്യരെ മുഴുവൻ വരുത്തി, പുരോഹിതന്മാരെ വരുത്തി. അതിന്റെ മൂല കാരണം ഇതാ: ആരാധന ഉയരണം, ഹോമയാഗം നടക്കണം, ദൈവാലയത്തിൽ യാഗം നടക്കണം. സ്തോത്രം. നമ്മുടെ ഈ ആലയത്തിൽ സ്തുതി സ്തോത്രം ഉയരണം. നാം പാർക്കുന്ന ഭവനത്തിൽ ദൈവത്തിന് മഹത്വകരമായി സ്തുതി സ്തോത്രം ഉയരണം. അല്ലാതെ സന്ധ്യയാകുമ്പം തിണ്ണയിലോട്ട് മാറിയിരുന്ന് തലയും ചൊറിഞ്ഞ് ഈരിനെയും കൊന്നേച്ച് പിച്ചും പേയും എല്ലാം പറഞ്ഞ് പ്രാഗാവുന്നവനെ മുഴുവനും പ്രാഗി. എന്റെ കല്യാണം നടത്തി അവൻ ഒരിക്കലും ഗുണം പിടിക്കുകയല്ല. അങ്ങനുണ്ട്. ആ ബ്രോക്കറെ എന്റെ കണ്ണും വിട്ട കണ്ട ഞാൻ വടിവാളിന് ഇതാണോ ചെയ്യണ്ടേ? സ്തോത്രം. നല്ല പറു കോളപ്പ്. ഞങ്ങളുടെ അമ്മാച്ചനാ, അയാൾ എന്ന് കണ്ടാലും ഞാൻ കത്തിക്ക് കുത്തും. ആ ഒരു പാസ്റ്റർ ഈ ചതിവ് എന്നോട് ചെയ്തത്. അയാളെ കുമ്പനാട് വെച്ച് കണ്ടാൽ ഞാൻ വെറുതെ വിടുവന്ന്. കഴിഞ്ഞ കൊല്ലം ഞാൻ നോക്കി, എന്റെ കണ്ണും ദൃഷ്ടി ചുമ്മാ ഇരുന്ന് പ്രാകുകയും കൊച്ചുങ്ങളോടും പറഞ്ഞു കൊടുക്കുക, നീ ഉള്ളത് കൊണ്ടാ ഞാൻ ജീവിക്കുന്നില്ല. ഞാൻ പണ്ടേ എല്ലാത്തിനെയും കണ്ടിച്ചേച്ച് ഞാൻ സെൻട്രൽ ജയിലിൽ. അവൻ അന്തം വിട്ടിരിക്കത്. അവൻ ചേച്ചി എന്താ പറ്റിയതോ? ഉമ്മായിരുന്നു പ്രാകുകയും അലയ്ക്കുകയും. എങ്ങനെ ഗുണം വരുമെന്ന് നിങ്ങൾ പറ. നമ്മുടെ ഈ നാവിന്ന് പരാജയത്തിന്റെയും നിരാശയുടെയും ഒന്നും പദമല്ല പറയേണ്ടത്. സ്തുതി സ്തോത്രം ഉയരണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ അങ്ങ് സ്തുതിക്കണം. രാത്രി കിടക്കാൻ നേരത്തും ദൈവത്തെ സ്തുതിക്കണം. ഇടതരവില്ലാതെ ഇതിനകത്ത് നിന്ന് ആലയത്തിൽ നിന്ന് പൊങ്ങേണ്ടത് ആമൻ ദൈവമഹത്വവും ദൈവസ്തുതിയാ. ബാക്കി നാളെ പറയാം. യോഗം ഉണ്ടല്ലോ, ഇത് മുഖവരയായിട്ടേ ഉള്ളു. ഞാൻ വിഷയങ്ങൾ ഇങ്ങനെ പഠിച്ച് ധ്യാനിച്ചിരിക്കുക. സ്തോത്രം. എന്നുള്ള മാകും മക ദൈവാലയത്തിൽ നിന്നോ, എന്നുള്ള മാകും മക ദൈവാലയത്തിൽ നിന്നോ, പൊങ്ങും നിനക്ക് വന്ദനം പരമേശ, പൊങ്ങും നിനക്ക് വന്ദന പരമേശ, പാടും നിനക്ക് നിത്യമോ പരമേശ, പാടും നിനക്കു നിത്യവും. ഗടാകറ്റും നമ്മ നീടാർന്ന നായക, ഗടാകറ്റും നമ്മ നീടാർന്ന നായക, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്കു നിത്യവും പരമേശ, പാടും നിനക്കു നിത്യവും. പാടും ഞാൻ ജീവനുള്ള നാളെന്നും നാവിനാൽ, പാടും ഞാൻ ജീവനുള്ള നാളെന്നും നാവിനാൽ, വാടാതെ നിന്നെ വാഴ്ത്തുമേ പരമേശ, വാടാതെ നിന്നെ വാഴ്ത്തുമേ പരമേശ, പാടും നിനക്ക് നിത്യമോ പരമേശ, പാടും നിനക്കു നിത്യവും. പാടാവമുള്ള സ്തുതി പാടാകനെന്ന പോൽ, പാടാവമുള്ള സ്തുതി പാടാകനെന്ന പോൽ,
തേടും ഞാൻ നല്ല വാക്കുകൾ പരമേശ, തേടും ഞാൻ നല്ല വാക്കുകൾ പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ പാടും നിനക്കു നിത്യവും. പൂക്കുന്നു വാടിയൊരു പൂവല്ലി തൂമഴയാൽ, പൂക്കുന്നു വാടിയൊരു പൂവല്ലി തൂമഴയാൽ, ഓർക്കുന്നു നിന്റെ പാലന പരമേശ, ഓർക്കുന്നു നിന്റെ പാലന പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ പാടും നിനക്കു നിത്യവും. ഗന്ധം പരത്തിടുന്ന പുഷ്പങ്ങൾ എന്നുടെ, ഗന്ധം പരത്തിടുന്ന പുഷ്പങ്ങൾ എന്നുടെ അന്തിക രമ്യമാക്കുന്നു പരമേശ, അന്തിക രമ്യമാക്കുന്നു പരമേശ, പാടും നിനക്ക് നിത്യവും പരമേശ, പാടും നിനക്ക് നിത്യവും.